നമ്മള് ദുആഉൽ ഇസ്തിഫ്താഹ് പറഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിന് മുമ്പ് ഇസ്തിആദ പറയാറുണ്ട്, തഅവൂദ് പറയാറുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാറുണ്ട്. എന്നാൽ ഏത് രൂപത്തിലാണ് പ്രവാചകൻ പറയാറുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണോ, അതല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥി എന്നാണോ? ഇതിലേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്? ഹദീസുകളിൽ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ പൊതുവെ ശറഈൽ ഒരു കാര്യം പറയുമ്പോൾ അത് സ്ഥിരപ്പെടാൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മൾ പറയും ഹദീസുകൾ അതിന്റെ റാവികളിൽ നിന്ന് വന്നു. അതുപോലെ വന്നിരിക്കുന്നതാണ് ഖിറാഅത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ വന്നതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഖിറാഅത്തുകൾ. അതായത് പ്രവാചകൻ ഓതി പഠിപ്പിച്ചു, അത് സഹാബികൾ പഠിച്ചു, സഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ, അവിടുന്ന് തബഉ താബിഈങ്ങൾ, അങ്ങനെ ഖിറാഅത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ചിന്ത പോകാത്തൊരു മേഖലയാണ്. ഖിറാഅത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു പല ഇസ്തിആദയുടെ രൂപങ്ങളുണ്ട്. ഖിറാഅത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഇസ്തിആദക്ക് പല രൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഏതാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ പൊതുവെ പറയാറുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതാണ് ഏറ്റവും അധികം വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, ഫഇദാ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായ ശപിക്കപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ എന്ത് ചെയ്യുക? കാവൽ ചോദിക്കുക. നീ കാവൽ ചോദിക്കുക. അപ്പോൾ മനസ്സിലായില്ലേ? ഖിറാഅത്തിന്റെ വഴികളിലൂടെ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രബലമായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതാണ്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഖിറാഅത്തിൽ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ മാ അറദ്ത അദ്ദഹറ തഖറ ഫസ്തഇദ് ജിഹാറൻ മിനശ് ശൈത്വാനി ബില്ലാഹി മുസ്ജല അലാ മാ അതാ ഫിൻ നഹ്ലി യുസ്റൻ വഇൻ തസിദ് ലിറബ്ബിക തൻസീഹൻ ഫലസ്ത മുജഹല. നീ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന്റെ തുടക്കത്തിൽ എന്ത് പറയണം? ഇസ്തിആദ പറയണം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. വഇൻ തസിദ്, ഇനി നീ അധികരിപ്പിക്കുകയാണെങ്കിൽ ലിറബ്ബിക തൻസീഹൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമിന്റെ കൂടെ വേറെ വല്ലതും അധികരിപ്പിക്കുകയാണെങ്കിൽ ഫലസ്ത മുജഹല, നീ ചെയ്തിരിക്കുന്നത് തെറ്റായ ഒരു പ്രവർത്തനമല്ല എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. അതിന്റെ കൂടെ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ചില പദങ്ങൾ അധികരിപ്പിക്കുന്നതിൽ എന്തില്ല? തെറ്റില്ല. ഏതുപോലെ? നേരത്തെ പറഞ്ഞ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥി, അതാരെങ്കിലും പറയുകയാണെങ്കിൽ അത് തെറ്റില്ല. അതാരെങ്കിലും പറയുകയാണെങ്കിൽ തെറ്റില്ല. മനസ്സിലായില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്ഥിഹി, ഇതെന്ത് ചെയ്യാം? ഇത് പറയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇതിൽ ഏത് രൂപത്തിൽ എന്ത് ചെയ്യാം? പറയാം. വേറെയും ചിലത് വന്നിട്ടുണ്ട്. ഈ മൂന്ന് രൂപങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തിൽ കൈകെട്ടിയുടൻ ഒന്നുകിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്ഥിഹി, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഈ രൂപത്തിൽ ഏതും എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏതും നമുക്ക് ഉപയോഗിക്കൽ ശർഅ് അനുവദിച്ചതാണ്. ഇനി അടുത്തൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, ഇസ്തിആദ പറയണമെന്ന് പറയുമ്പോൾ, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണമെന്ന് പറയുമ്പോൾ അത് ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണോ, അതല്ല എല്ലാ റക്അത്തിലും നമ്മൾ പറയണോ? ഇപ്പൊ നമ്മൾ ളുഹ്ർ നിസ്കരിക്കുകയാണ്, ഇമാമിന്റെ കൂടെ ആവട്ടെ അല്ലെങ്കിൽ ഒറ്റക്കാവട്ടെ, ളുഹ്ർ നിസ്കരിക്കുകയാണ്. ഈ 4 റക്അത്തുകളിലും നമ്മൾ ഇസ്തിആദ പറയണോ, അതല്ല ഒരു റക്അത്തിൽ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയം എന്താണ്? ഒന്നാമത്തെ റക്അത്തിൽ എന്തായാലും പറയണം. ഒന്നാമത്തെ റക്അത്തിൽ എന്തായാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. എന്നാൽ മറ്റിതര റക്അത്തിൽ പറയണോ? ഷാഫിഈ മദ്ഹബ് പറയുന്നതനുസരിച്ച് എല്ലാ റക്അത്തുകളിലും പറയണം. ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് എല്ലാ റക്അത്തുകളിലും പറയണം. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലയുടെയും അഭിപ്രായം. എല്ലാ റക്അത്തുകളിലും പറയണം. അവരുടെ തെളിവ് എന്താണ്?
അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. അത് എപ്പോഴാണെങ്കിലും. അതുകൊണ്ട് 4 റക്അത്താണെങ്കിൽ 4 റക്അത്തിൽ പറയണം, 2 ആണെങ്കിൽ 2ലും പറയണം, 3 ആണെങ്കിൽ 3ലും പറയണം. അതാണ് ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വീക്ഷണം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അവര് പറഞ്ഞു, അതാണ് ഹംബലി മദ്ഹബിന്റെ ഒക്കെ വീക്ഷണം. അവർ പറഞ്ഞു, 1ാമത്തെ റക്അത്തിൽ മാത്രമേ പറയേണ്ടതുള്ളൂ. കാരണം നിസ്കാരം ഒരു ഇബാദത്താണ്. അപ്പോൾ ആ ഇബാദത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞാൽ മതി, എല്ലാ റക്അത്തിലും പറയണമെന്നില്ല. അതാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം. അതാണ് ഇമാം ഷൗക്കാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അല്ലാഹു അഅലം എല്ലാ റക്അത്തിലും പറയണമെന്നുള്ളതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഷാഫിഈ മദ്ഹബിലുള്ളതുപോലെ എല്ലാ റക്അത്തിലും പറയണം എന്നുള്ളതാണ്. എല്ലാ റക്അത്തിലും എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ ഇസ്തഅദ ഫലാ ബഅസ് വമൻ തറക ഫലാ ബഅസ്. ഒരു വ്യക്തി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ അത് പ്രശ്നമില്ല, അനുവദിക്കപ്പെട്ടതാണ്. പറഞ്ഞില്ല എങ്കിലും അവന്റെ നിസ്കാരം സ്വഹീഹാണ്. അതിൽ പ്രത്യേകിച്ച് നിസ്കാരത്തിന് ഫാസിദാവുകയോ അല്ലെങ്കിൽ ബാത്തിലാവുകയോ ഇല്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? എല്ലാ റക്അത്തിലും പറയുക. അതിന് തെളിവ് മനസ്സിലായോ? സൂറത്തുൻ നഹ്ലിൽ തെളിവ് പഠിക്കുക. അതാണ് നമ്മുടെ ദർസിന്റെ ഉദ്ദേശം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 98-ാം വചനത്തിൽ പറഞ്ഞു, ഫഇദാ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയാൽ ഫസ്തഇദ് ബില്ലാഹ്, പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. നീ ഖുർആൻ ഓതിയാൽ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. അതാണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവ്. സൂറത്തുൻ നഹ്ലിൽ വന്നിരിക്കുന്ന ആയത്താണ്. തയ്യിബ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഖുർആൻ ഖിറാഅത്തിന്റെ തുടക്കത്തിൽ ഇസ്തിആദ പറയുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വലിയ ഇബാദത്താണ്, വലിയ കർമ്മമാണ്. നിസ്കാരം എന്നുള്ളത് വലിയ ഇബാദത്താണ്. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യനെ തടസ്സപ്പെടുത്താൻ പിശാച് വരും. അതുകൊണ്ട് പിശാചിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് ശർഅ് നമുക്ക് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ചില ആളുകൾ പെട്ടെന്ന് കൈകെട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം എന്താ? അഊദുക്കെ അത് സുന്നത്തല്ലേ, ഇസ്തിഫ്താഹ് സുന്നത്തല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് സുന്നത്താണോ എന്ന് ചോദിക്കാറില്ല. എന്തിനു വേണ്ടിയിട്ട്? സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനും ഫർദാണെങ്കിൽ ചെയ്യാനും വേണ്ടി അവർ ചോദിക്കാറില്ല. ഇന്ന് പല ആളുകൾ എന്താ, ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ സുന്നത്തല്ലേ, പിന്നെ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്, ഇപ്പം വേണ്ട. അങ്ങനെ ആവാൻ പാടില്ല. സുന്നത്താണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഫർദിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണ്? സുന്നത്തായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ ദുആഉൽ ഇസ്തിഫ്താഹ് പറയുക, അതുപോലെ തന്നെ ഇസ്തിആദ പറയുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. അപ്പോൾ നിസ്കാരത്തിൽ കൈകെട്ടിയ ഉടൻ ദുആഉൽ ഇസ്തിഫ്താഹ്, അതിനുശേഷം ഇസ്തിആദ, പിന്നെ പറയേണ്ട കാര്യം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് അതിനുശേഷം പറയേണ്ടത്. ബസ്മല നമുക്കെല്ലാവർക്കും അറിയാം. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. ഇനി അടുത്തൊരു കാര്യം, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബസ്മല അത് പറയുന്നതിന് ഹുക്ം എന്താണ്? അത് നിർബന്ധാണോ അതല്ല സുന്നത്താണോ? ആ വിഷയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ട ആയത്താണോ അല്ലോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിനെ തുടർന്നാണ് ആ ചർച്ച വരിക. ഫാത്തിഹയിൽ പെട്ട ആയത്താണെന്ന് പറയുമ്പോൾ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹയിൽ പെട്ട ആയത്തല്ല എന്ന് പറയുമ്പോൾ അത് സുന്നത്താണെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മസ്അല വരിക. നമുക്ക് പറയാം. ഇവിടെ ബറക്കല്ലാഹു ഫീക്കും ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്തല്ല. ഭൂരിപക്ഷം, എല്ലാ പണ്ഡിതന്മാരും അല്ല, ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം, ഷാഫിഈ മദ്ഹബ് ഒഴികെ ഏകദേശം 3 മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്തല്ല. ഹംബലി മദ്ഹബിലെ ഇമാം ബുഹൂതി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കശ്ശാഫുൽ ഖിനാഇൽ പറഞ്ഞു, വലൈസത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻഹാ ഐ മിനൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് കശ്ശാഫുൽ ഖിനാഇൽ ഇമാം ബുഹൂതി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്തല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതൽ സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതൽ സുന്നത്താണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം.
അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തല്ല, സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തല്ല. പിന്നെ അതെന്താണ്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇനി ഇവിടെ വരുന്ന ഒരു മസ്അല സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, നമ്മുടെ നാട്ടിൽ വല്ലാതെ സംസാരം നടക്കുന്ന ഒരു വിഷയമാണ്. നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു വ്യക്തി ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹം ബിസ്മി ഉറക്കെയാണോ പറയേണ്ടത് അതല്ല പതുക്കെയാണോ പറയേണ്ടത്? അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെയാണോ പറയേണ്ടത് അതല്ല പതുക്കെയാണോ പറയേണ്ടത്? ഈ വിഷയത്തിൽ മദ്ഹബിന്റെ വീക്ഷണങ്ങൾ നമ്മൾ നോക്കിയാൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മദ്ഹബുകൾക്കിടയിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഹനഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും അഭിപ്രായം. ഹനഫി മദ്ഹബിലെയും, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞതിന് ശേഷം ആ വിഷയത്തിലുള്ള തെളിവുകൾ പറയാം. ഹനഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും അഭിപ്രായം, അവര് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെയാണ് പറയേണ്ടത്. അവര് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെയാണ് പറയേണ്ടത്, ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അഭിപ്രായം, ഇബ്നു ഉസൈമീന്റെ അഭിപ്രായം റഹിമഹുമുല്ലാഹ്. അവരൊക്കെ പറയും നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെ പറയണം, പിന്നെ സൂറത്തുൽ ഫാത്തിഹയാണ് ഉറക്കെ ഓതേണ്ടത് ഇമാമായി നിൽക്കുകയാണെങ്കിൽ. അതിനവർ അവലംബിക്കുന്ന തെളിവുകൾ, ഒന്നാമത്തേത്, ഈ തെളിവുകൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, ഈ തെളിവുകൾ ഓർമ്മയിൽ വെക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വല്ലൈതു ഖൽഫൻ നബിയ്യി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. വ അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. വ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. വ ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഫകാനൂ യസ്തഫ്തിഹൂന ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരൊക്കെ അവരുടെ ഖിറാഅത്തിന്റെ തുടക്കം എന്ത് മുതലാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലായിരുന്നു. അവർ ബിസ്മി ഉറക്കെ പറയാറുണ്ടെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹു എന്ത് പറയണം? അവരുടെ ഓത്തിന്റെ തുടക്കം ബിസ്മി ആയിരുന്നു എന്ന് പറയണം. നേരെ മറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകന്റെ പിറകിൽ, അബൂബക്കറിന്റെ പിറകിൽ, ഉമറിന്റെയും ഉസ്മാനിന്റെയും പിറകിലൊക്കെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഓതാറുള്ളത്, ആദ്യമായി പാരായണം ചെയ്യാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതൊന്നാമത്തെ തെളിവാണ്. രണ്ടാമത്തേത് അസ്വദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, സ്വല്ലൈതു ഖൽഫ ഉമർ 70 സ്വലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ മഅ്മൂമായി 70 നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പിറകിൽ, രണ്ടാമത്തെ ഖലീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വ ഉമർ, അല്ലെങ്കിൽ അബൂബക്കർ വ ഉമർ, അബൂബക്കറിന്റെയും ഉമറിന്റെയും നിങ്ങൾ പിൻപറ്റുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ 70 നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഫലം യജ്ഹർ ഫീഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിലൊന്നും ബിസ്മി ഉറക്കെ പറഞ്ഞിട്ടില്ല. നേരത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങിയെന്നാണ്. ഇപ്പൊ ചില ആളുകൾ എന്ത് വ്യാഖ്യാനിക്കും? ബിസ്മി പറഞ്ഞില്ല എന്ന് തെളിവില്ലാലോ. ഇവിടെ അസ്വദ് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഉമറിന്റെ പിറകിൽ 70 നിസ്കാരങ്ങൾ നിസ്കരിച്ചു, അദ്ദേഹം അതിൽ ബിസ്മി ഉറക്കെ പറഞ്ഞിട്ടില്ല. ഇമാം ഇബ്നു അബി ശൈബ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന അഥറാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഇത് സ്ഥിരപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നു, അൽ അമലു അലാ ഹാദാ ഇൻദ അഹ്ലിൽ ഇൽം ഫഹും യസ്തഫ്തിഹൂന ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉലമാക്കൾ പഴയ കാലഘട്ടത്തിലൊക്കെ പൊതുവെ പ്രവർത്തിക്കാറുള്ളത് എന്താണ്? നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് അവർ പറയാറുള്ളത്. മനസ്സിലായോ? ഇപ്പം രണ്ട് തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവം, പ്രവാചകന്റെയും 3 ഖുലഫാഉർ റാഷിദീങ്ങളുടെ പിന്നിലും ഞാൻ നിസ്കരിച്ചപ്പോൾ അവരെന്താ പറയാറുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ്. രണ്ടാമത്തേത് അസ്വദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഉമറിന്റെ പിറകിൽ 70 നിസ്കാരം നിസ്കരിച്ചപ്പോഴും അദ്ദേഹം ബിസ്മി ഉറക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് എന്താണ്? അവിടുന്ന് ഫാത്തിഹയുടെ തുടക്കത്തിൽ ഇമാമായി നിൽക്കുമ്പോൾ ബിസ്മി ഉറക്കെ പറയാറില്ല എന്നുള്ളതാണ്. ഇനി ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് അവര് പറയുന്നു, ഇമാം ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. ഇമാം ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. അതിനവർ അവലംബിക്കുന്ന തെളിവ് എന്താണ്? ഇമാം നസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നുഐം അൽ മുജ്മിർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സ്വല്ലൈതു വറാഅ അബി ഹുറൈറ, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിച്ചു. നുഐം അൽ മുജ്മിർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തിന് മുജ്മിർ എന്ന് പേര് വരാനുള്ള കാരണം, പഴയ കാലഘട്ടത്തിൽ മസാജിദുകൾ ഇന്നും നമുക്ക് കാണാം, സൗദി അറേബ്യയിലൊക്കെ ഇവിടെ ഉണ്ട്, ഈ
പള്ളി പുകയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മണത്തിന് വേണ്ടിയിട്ട് പുകക്കാറുണ്ട്, ബഹൂറൊക്കെ പുകക്കാറുണ്ട്, അല്ലെങ്കിൽ ഉഊദൊക്കെ പുകക്കാറുണ്ട്, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനാണ് അങ്ങനെ പുകയ്ക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് മുജ്മിർ എന്ന് പേര് വന്നത്. അപ്പോൾ നുഐം അൽ മുജ്മിർ റഹിമഹുല്ലാഹ് പറയാണ്, സ്വല്ലൈതു വറാഅ അബീ ഹുറൈറ, ഞാൻ ഒരു ദിവസം അബൂ ഹുറൈറയുടെ പിറകിൽ നിസ്കരിച്ചു. ശരിക്കും ചിന്തിക്കുക, ഫഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്തു. സുമ്മ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ, പിന്നീട് സൂറത്തുൽ ഫാത്തിഹയും പാരായണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅശ്ബഹുകും സ്വലാതൻ ബിസ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകനോട് ഏറ്റവും അധികം സാദൃശ്യമായി നിസ്കരിക്കാറുള്ളത് ഞാനാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് ഇമാം നസാഇ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഇമാം നസാഇ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതിലെന്തുണ്ട്? ബിസ്മി ഉറക്കെ പാരായണം ചെയ്തു എന്നുണ്ട്. ബിസ്മി ഉറക്കെ പാരായണം ചെയ്തു എന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അലി ആദം അൽ ഇത്യോപി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനൻ നസായിയുടെ ഷർഹായ ദഖീറത്തുൽ ഉഖബ ഫി ഷർഹിൽ മുജ്തബ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഹാദാ ഹദീസുൻ സഹീഹ്, ഇത് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഹദീസാണ്. സഹഹഹു ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമ അത് സഹീഹാണെന്ന് വിധിവെച്ചിട്ടുണ്ട്. വബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹിബ്ബാനും പറഞ്ഞിട്ടുണ്ട്. വൽ ബൈഹഖി, ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്. വബ്നു അബ്ദുൽ ബർ, ഇമാം ഇബ്നു അബ്ദുൽ ബറും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അഹ്ലുസുന്നയുടെ ധാരാളം പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾ ഈ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വാദം ശരിയല്ല. ചില ആളുകൾ ഈ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വാദം ശരിയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക പ്രവർത്തനവും എങ്ങനെയായിരുന്നു? ഫാത്തിഹയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ആദ്യം ഓതാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നിസ്കാരം പഠിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ട് എന്ന് നുഐം അൽ മുജ്മിറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അസ്സുന്നതു അൽ ഇസ്റാറു ബിഹ, പ്രവാചകനിൽ നിന്ന് വന്നിരിക്കുന്ന സുന്നത്ത് അത് പതുക്കെ പറയുക എന്നുള്ളതാണ്. വലാകിൻ, പക്ഷേ ലൗ ജഹറ ബിഹ അഹ്യാനൻ ഫലാ ഹറജ്, ആരെങ്കിലും ഇടക്കൊക്കെ ഉറക്കെ ഓതുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. ഫൽ ഔലാ അല്ലാ യജ്ഹർ, ഏറ്റവും നല്ലത് ഉറക്കെ പറയാതിരിക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാകിൻ, പക്ഷേ ലൗ ജഹറ തഅലീഫൻ ലിഖൗമി മദ്ഹബിഹിം, ലൗ ജഹറ തഅലീഫൻ ലിഖൗമിൻ മദ്ഹബുഹുമുൽ ജഹർ, നമ്മൾ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്ന ആളുകളൊക്കെ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി അവിടെ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്നൊക്കെ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണ്. അവർക്ക് നമ്മൾ നിസ്കാരത്തിന് ശേഷം ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. നമ്മൾ നിസ്കാരത്തിൽ നേരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അവർ നിസ്കാരം കഴിഞ്ഞ ഉടൻ ഇദ്ദേഹം വേറെന്തോ മദ്ഹബാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സ് സമ്പാദിക്കാനൊക്കെ വേണ്ടി അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുകയാണെങ്കിൽ ഫഅർജു അല്ലാ യകൂന ബിഹി ബഅസ്, അത് പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയുടെ മജ്മൂഉൽ ഫതാവയിലും ഈ ഒരു ആശയത്തിൽ പല സ്ഥലങ്ങളിലും പറയുന്നതായി കാണാം. സമീപകാലം ജീവിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതൻ ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ അംറു സഹ്ലുൻ, നിസ്കാരത്തിൽ ബിസ്മി ഓതുന്ന വിഷയം വിശാലമായ അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു വിഷയമാണ്. അൽ ഇസ്റാറു അസഹ്, ഏറ്റവും നല്ലത് എന്താണ്? പതുക്കെ പറയുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. വൽ ജഹ്റു ഇൻഷാ അല്ലാഹ് ജായിസ്, ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൽ എന്താണ്? അനുവദനീയമാണ്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് നമ്മൾ ഇമാമായി നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങുക. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞതുപോലെ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്നവരൊക്കെ നമ്മളെ എതിർക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ മനസ്സ് തൽക്കാലം ഒന്ന് സമ്പാദിക്കാൻ അവിടെ ഉറക്കെ പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കാര സാഹചര്യത്തിൽ ഉറക്കെ പറഞ്ഞതായും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. ഏതെങ്കിലും മസ്ജിദുകളൊക്കെ നമ്മൾ കയറി ചെന്നാൽ അവിടെ ആരെങ്കിലും ഉറക്കെ ഓതിയാൽ ഇത് തെറ്റാണ്, പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന വിഷയം തന്നെയാണ്.